Hi friends, welcome back to my channel Physica class. Plus 1 Physics Units and Measurements question discussion section ആണ് നമ്മുടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിലെ പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. അതിൽ 2 ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിലെ ആൻസർ ഒപ്പം തന്നെ പറഞ്ഞിരുന്നു. ഫൈനൽ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 2.0 plus or minus 0.1 microfarad is charged to a voltage V equal to 20 plus or minus 0.2 volt. What will be the charge Q on the capacitor? Use Q equal to C into V. അപ്പോൾ നമുക്ക് ചാർജ് ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് ക്യൂ എന്ന് പറയുമ്പോൾ വെറുതെ ക്യൂ എത്രയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ എറർ ഡെൽറ്റ ക്യൂ എന്താണ് എന്നുള്ളതും കൂടി ഒരുമിച്ച് നമ്മൾ എഴുതണം. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ക്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സി എന്താണ്, ബി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് വിത്ത് ഇറേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് സി എന്താണെന്ന് നമുക്ക് എഴുതിക്കൂടെ. സി ഈക്വൽ ടു എന്താണ്, 20 മൈക്രോഫാരഡേ ആണ്. ഇനി ഡെൽറ്റ സി എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്, 0. ഡെൽറ്റ സി എന്ന് പറയുന്നത് 0.1 ആണ്. ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് എത്രയാണ്, ബി എന്ന് പറയുന്നത് 20 ആണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രയാണ്, 0.2 ആണ്. ഇതെങ്ങനെ എഴുതിയെന്ന് അറിയാലോ. ഇതിൽ ഈ ആദ്യത്തെ എടുക്കുന്നത് സി, ഈ പ്ലസ് ഓർ മൈനസിന് ശേഷം വരുന്നത് ഡെൽറ്റ സി. ഈ ആദ്യം എടുക്കുന്നത് വി, പ്ലസ് ഓർ മൈനസിന് ശേഷം വരുന്നത് ഡെൽറ്റ വി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റീസ് കിട്ടി. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യൂ ഈക്വൽ ടു ക്യൂയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സി ഇൻറ്റു വി തന്നില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് കേട്ടോ. സി എന്ന് പറയുന്നത് എത്രയാണ്, 20 അല്ല 2.0 കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ആണ് വരുന്നത്. സി എന്ന് പറയുന്നത് എത്രയാണ്, 2.0 ആണ് കേട്ടോ, 2.0. സോ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താണ്, 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് 40 ഇൻറ്റു 10⁻⁻6 ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞ ചാർജിലുള്ള എററാണ്. ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി എന്നുള്ളതാണ്, മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഏത് തരം എററാണ് കണ്ടുപിടിക്കേണ്ടത്, റിലേറ്റീവ് എററാണ്. ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്നാകുമ്പോൾ അതിലെ എറർ എങ്ങനെയായിരുന്നു, ഡെൽറ്റ സെഡ് ഡിവൈഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് എഴുതേണ്ടി വരും, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ വി ബൈ ബി എന്ന് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോ ടേംസ് ഇട്ട് കൊടുക്കാം. ഡെൽറ്റ സി എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കി പറഞ്ഞത്. ഡെൽറ്റ സി 0.1 ഡിവൈഡഡ് ബൈ സി എത്രയാണ് വന്നിരിക്കുന്നത്, 2.0. ദാറ്റ് മീൻസ് 2 പ്ലസ് ഡെൽറ്റ വി എത്രയാണ്, 0.2. ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒപ്പം നോക്കാം കേട്ടോ. ഒപ്പം ചെയ്ത് വരിക, എന്നാലാണ് മനസ്സിലാവുള്ളൂ. വി എന്ന് പറയുന്നത് എത്രയാണ്, 20. അപ്പോൾ ഓരോ ടൈമിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇത് ഓരോന്ന് എത്രയാണെന്ന് നോക്കാം. 0.1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.05 ആണ്. പ്ലസ് 0.2 പ്ലസ് 0.2 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.01 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും, 0.06 എന്നുള്ളത് കിട്ടും. ശരിയല്ലേ. 0.05ഉം 0.01 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.06. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ എന്ന് പറയുന്നത് 0.06 ആണ്. ക്യൂ എന്ന ചാർജിൽ എറർ. അപ്പോൾ എറർ നമുക്ക് ഡെൽറ്റ ക്യൂ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 0.06നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ക്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ക്യൂ ചെയ്യണം അല്ലേ. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് എന്താ, അവിടെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്, ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്, 40 അല്ലേ. ക്യൂവിൻ്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നത്, 40 ഇൻറ്റു 10⁻⁶ ആണ്. സോ നമുക്കിവിടെ ക്യൂവിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 40 ഇൻറ്റു 10⁻⁶. സോ അവർ ഫൈനൽ ആൻസർ ഈസ്, ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്,
2.4 ഇൻറ്റു 10⁻⁻6 എന്നായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, 2.4 ഇൻറ്റു 10⁻⁻6. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിച്ചു നമ്മളിവിടെ ഒന്ന് പറഞ്ഞേ. ക്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു, ഡെൽറ്റ ക്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. നമുക്ക് എന്തായിരുന്നു ഫൈനൽ റിസൾട്ടിൽ വേണ്ടത്? ക്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എന്താണ്. അപ്പോൾ ക്യൂ എന്താണെന്ന് കിട്ടി, ഡെൽറ്റ ക്യൂ എന്താണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ക്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എന്താണെന്ന് എഴുതിക്കൂടെ? ക്യൂ എത്രയാണ് കിട്ടിയത് നമുക്ക്? 40 ഇൻറ്റു 10⁻⁻6 ആയിരുന്നു അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ. ക്യൂ 40 ഇൻറ്റു 10⁻⁻6 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എന്നുള്ളത് എന്താണ്? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 2.4 ഇൻറ്റു 10⁻⁻6 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 2.4 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എന്നുള്ളതായിരുന്നു. ക്യൂ എന്താണെന്നുള്ളത് ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ ക്യൂ എന്താണെന്നുള്ളത് നമ്മൾ അതിലെ എറർ കണ്ടുപിടിക്കുക വഴി നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ വി ബൈ വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് അടിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇഫ് ദി പെർസെൻറ്റേജ് എറർ ഇൻ ദി മാസ് ആൻഡ് ദി സ്പീഡ് ആർ 2% ആൻഡ് 3% റെസ്പെക്റ്റീവ്ലി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12mv² എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് എററാണ്, മാക്സിമം പെർസെൻറ്റേജ് എററാണ് ഇതിലെ കൈനറ്റിക് എനർജി. ഈ ഇക്വേഷനിലെ മാക്സിമം പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ വി എന്ന് പറഞ്ഞിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിലെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2% ആണും സോറി മാസിലേത് 2% ആണും സ്പീഡിലേത് 3% ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓർഡർ നമ്മളൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതാകെ തെറ്റിപ്പോവുകയും. മാസിൻ്റേത് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2%, സ്പീഡിൻ്റേത് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 3% ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ ഈ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ മാസിലെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 ഇതല്ലേ പെർസെൻറ്റേജ് എറർ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്? 2% ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്തെന്ന് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണ് എന്ത് വാല്യൂ? ഈ 3% എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 3% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് ക്വാണ്ടിറ്റി കിട്ടി ഇപ്പോൾ തന്നെ. ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100ഉം ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100ഉം. ആ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് എറർ എത്രയാണ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എററാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എറർ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജിയുടെ 12mv² ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. ബാക്കി എന്തുണ്ട്? mv² ആണല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ഒഴിവാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ, ബാക്കി ഇക്വേഷനിലെ പെർസെൻറ്റേജ് എറർ നമുക്ക് എഴുതി നോക്കാം. ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 പ്ലസ് ഇവിടെ എം ഇൻറ്റു വി ആണ്, മൾട്ടിപ്ലിക്കേഷനാണ്, ശരിയല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ റിലേറ്റീവ് എററാണ് കണ്ടുപിടിക്കുന്നത്. സെഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി. പിന്നെ ഇവിടെ v² വന്നിട്ടുണ്ട്. v² പവറുള്ളത് കേസ് വന്നു. പവറുള്ള കേസ് വരുമ്പോൾ എങ്ങനെയാണ്? സെഡ് ഈക്വൽ ടു എ റെസ്റ്റ് എൻ ആകുമ്പോൾ എങ്ങനെ എറർ കണ്ടുപിടിക്കും? ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ആണ്. അപ്പോൾ ഇവിടെ അതേപോലെ പവറുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 എന്ന് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ കെ ബൈ കെ ഇൻറ്റു 100. അപ്പോൾ അത് കാണാൻ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയത്. ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 റിലേറ്റീവ് എററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലസ് പവർ വന്നതുകൊണ്ട് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100. ഈ ഇക്വേഷൻ എഴുതിയതിൽ ഡൗട്ട് ഇല്ലല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എറർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു എ ഇൻറ്റു ബിയിൽ. അതേ ഫോർമാറ്റിൽ പെർസെൻറ്റേജ് എറർ ആക്കിയിട്ട് എഴുതിയെന്ന്
മാത്രം. പെർസെൻറ്റേജ് എററാണ് നമുക്ക് ഇക്വേഷനിൽ തന്നിരിക്കുന്നത് 2%, 3%. അതുകൊണ്ടാണ് ഇവിടെ 100 കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതിയത് കേട്ടോ. ഇനി എന്തുകൊണ്ട് 100 എഴുതി? നമ്മൾക്ക് ഇക്വേഷനിൽ ഡെൽറ്റ കെ ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്നല്ലേ വരുള്ളൂ. എന്തുകൊണ്ട് 100 എഴുതി എന്നുള്ള സംശയം വേണ്ട. നമുക്കിവിടെ ക്വസ്റ്റ്യനിലെ പെർസെൻറ്റേജ് എററാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 100 നമ്മൾ എഴുതിയത് കേട്ടോ. അപ്പോൾ നമുക്കിനി അറിയാവുന്ന വാല്യൂസ് കിട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 2% ആണ്. അപ്പോൾ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 എന്ന് പറയുന്നത് 2% ആണ്. പ്ലസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 3% ആണ്. പക്ഷെ നമുക്കിവിടെ മുന്നിലൊരു 2 ഉണ്ട് അല്ലേ? സോ 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8% ആയിരിക്കും നമ്മുടെ ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എററായിരുന്നു. നമുക്ക് തന്നിരിക്കുന്നത് മാസിലെയും സ്പീഡിലെയും പെർസെൻറ്റേജ് എററുകളാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴും എന്ത് വേണം? പെർസെൻറ്റേജ് എറർ എന്നോണം റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ നമുക്ക് മാസിലേത് 2% തന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 എന്ന് പെർസെൻറ്റേജ് എററിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് 2 എന്ന് എഴുതിയത്. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണ് 3% എന്ന് തന്നിരിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഹാഫ് mv² ആണ്. പക്ഷേ ഹാഫിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു. കാരണം എന്താണ്? അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ബാക്കി mv² ആണ് നമ്മൾ ഇക്വേഷനിൽ എഴുതിയത്. ഇൻറ്റു 100 എഴുതാനുള്ള കാരണം പെർസെൻറ്റേജ് എററാണ് തന്നിരിക്കുന്നത് എന്നുകൊണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? 8% ആണ് ഇതിൻ്റെ ആൻസർ. വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് കണ്ടോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ are 25 cm and 16.7 cm respectively. These have been measured to an accuracy of 0.1 cm. ഡിറ്റർമിൻ ഇവിടെ ഇത് പറയുന്നത് 0.1 cm അക്യുറസിയിലാണ് രണ്ടും മെഷർ ചെയ്തതെന്ന്. ദിസ് ഹാവ് ബീൻ മെഷർഡ് ടു ആൻ അക്യുറസി ഓഫ് 0.1 cm. രണ്ടും മെഷർ ചെയ്തത് 0.1 cm. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എറർ എന്ന് പറയുന്നത് എന്താണ്? 0.1 cm ആണ്. ഡിറ്റർമിൻ ദി പെർസെൻറ്റേജ് എറർ ഇൻ ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ക് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ലെങ്ത്ത് എൽ എന്ന് പറയുന്നത് എന്താണ്? 25 cm ആണ്. 25 പ്ലസ് ഓർ മൈനസ് എത്രയാണ്? എറർ എത്രയാണെന്ന് പറഞ്ഞിവിടെ 0.1 cm. അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എത്രയാണ്? 16.7 പ്ലസ് ഓർ മൈനസ് 0.1 cm. ഇതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. നമുക്കിതിൻ്റെ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് എററിൻ്റെ ഏരിയയിലെ പെർസെൻറ്റേജ് എററാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതിലെ പെർസെൻറ്റേജ് എറർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിൽ റിലേറ്റീവ് എററാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ഡെൽറ്റ എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നാണ് വരിക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് എററാണ്. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്നത് നേരിട്ടിട്ട് പെർസെൻറ്റേജിലല്ല. തൊട്ട് മുന്നത്തെ കണക്കിൽ നമുക്കിവിടെ 2%, 3% ആണ് തന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ടേംസ് എഴുതുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്തിരുന്നു? പെർസെൻറ്റേജിൽ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലല്ല, ഇതുപോലെ സാധാരണ ഒരു ഫോർമാറ്റിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എ ഇൻറ്റു എ ഈക്വൽ ടു എൽ ഇൻറ്റു ബിയിലെ റിലേറ്റീവ് എറർ അവയിലെ റിലേറ്റീവ് എറർ എന്താണെന്ന് മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ അതൊന്ന് എഴുതിയാലോ നമുക്ക്? ഓക്കെ, ഡെൽറ്റ എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ഇനി ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫോർമാറ്റിൽ ഡെൽറ്റ എൽ എന്താ? അത് ഇതുവരെ കാണാൻ നിങ്ങൾ പഠിച്ചായിരുന്നോ? പഠിക്കണം. ഈ ആദ്യം എഴുതിയത് എന്താണ്? എൽ. പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് എഴുതിയത് എന്താണ്? ഡെൽറ്റ എൽ. ഈ ആദ്യം എഴുതിയത് എന്താണ്? ബി. പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് എഴുതിയത് എന്താണ്? ഡെൽറ്റ ബി. അപ്പോൾ ഇതിൽ എൽ എന്ന് പറയുന്നത് 25, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.1, ബി എന്ന് പറയുന്നത് 16.7, ഡെൽറ്റ ബി എന്ന് പറയുന്നത് 0.1. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? 0.1. അപ്പോൾ നമുക്ക് എഴുതാം 0.1 ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് എത്രയാണ്? 25. സോ 25 പ്ലസ്
ഡെൽറ്റ ബി എന്ന് പറയുന്നത് എത്രയാണ് 0.1. രണ്ടിലെയും എറർ 0.1 ആണ്. അതുകൊണ്ടാണ് വിത്ത് ദി അക്കുറൻസി ഓഫ് 0.1 എന്ന് അവിടെ എഴുതാനുള്ള കാരണം കേട്ടോ. രണ്ടിൻ്റെയും സെയിം ആണെന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയൊന്ന് വെരി ചെയ്ത് വന്നാൽ നമുക്കത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. അതിന് ബൈ പ്രാക്ടീസ് ആണേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ഇവിടെ ചെയ്യുന്നത് മാത്രമല്ല, മാക്സിമം നിങ്ങൾക്ക് എത്ര പോസിബിൾ ആവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം കേട്ടോ. ബി എന്ന് പറയുന്നത് എത്രയാണ് 16.7 ആണ്. ഇതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ചൊന്ന് ചെയ്യട്ടോ. കാൽക്കുലേറ്റർ എക്സാമിന് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? ഈ 0.1 നമ്മൾ കളയണം. ഓക്കെ, ഇൻറ്റു 10 ചെയ്തിട്ടൊക്കെ ആയിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 25 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0.1 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.004 ആണ്. പ്ലസ് 0.1 ഡിവൈഡ് ബൈ 16.7 നമുക്ക് ചെയ്ത് വരുമ്പോൾ 0.0059 എന്നൊക്കെയാണ് വരിക. നമുക്കതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് 6 ആയിട്ട് എടുക്കാം. 0.0059 എന്നൊക്കെയാണ് ആൻസർ വരിക. നമ്മൾ റൗണ്ട് ചെയ്ത് 6 ആയിട്ട് എടുക്കണം. സോ അവർ ആൻസർ ഈസ് 0.01 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് 0.01 എന്നുള്ളത് കിട്ടി. എന്ത് കിട്ടി നമുക്ക്? ഡെൽറ്റ എ ബൈ എ എന്ന് പറയുന്നത് 0.01 എന്നുള്ളത് കിട്ടി. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ മാക്സിമം പേഴ്സൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. പേഴ്സൻറ്റേജ് എറർ. അപ്പോൾ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയിട്ടുള്ള ആൻസറിനെ നമ്മൾ ഇൻറ്റു 100 ചെയ്താൽ മതിയാകും. അപ്പോൾ 0.01 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് നമുക്ക് വരും? 1%. അപ്പോൾ ഇതിൽ 1% ആണ് എറർ. ഈ ഇതിലെ ഏരിയയിൽ തന്നിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയയിലെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് 1% ആണ്. എറർ വളരെ കുറവാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് അനുസരിച്ച് രണ്ടിൻ്റെയും അക്കുറസി 0.1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും എറർ വരുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതി. അതിനുശേഷം A = L × B എന്നാണ്. അത് ഉപയോഗിച്ച് നമ്മൾ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിൽ പേഴ്സൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് കാണാം. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. A physical quantity P is related to 4 observables A, B, C, D as follows. P = A³ B² divided by √2 C plus D. എറർ ഇൻ ഡി മെഷർമെൻറ്റ് A ഓഫ് ABCD എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് എററിലാണ് തന്നിരിക്കുന്നത്. എയുടെ പേഴ്സൻറ്റേജ് 1%, ബിയുടേത് 3%, സിയുടേത് 4%, ഡിയുടേത് 2%. അങ്ങനെയാണെങ്കിൽ പിയിലെ പേഴ്സൻറ്റേജ് എറർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പവർ വരുമ്പോൾ അതിൽ എററുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ P ബൈ P എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. √C എന്ന് പറയുമ്പോൾ C⁻½ ആയിട്ടാണ് പവർ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എററിലേക്ക് ആക്കി നമ്മൾ ഇക്വേഷൻ എഴുതണം. റിലേറ്റീവ് എറർ മാത്രം പോരാ, പേഴ്സൻറ്റേജ് എററിലേക്ക് എഴുതണം. കാരണം നമുക്കിവിടെ ഓരോ ക്വാണ്ടിറ്റിൻ്റെയും പേഴ്സൻറ്റേജ് എററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചൊന്ന് കണ്ടെത്തി റിസൾട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് കമൻ്റായിട്ട് ഇടുക. ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ താങ്ക് യു. ചാനൽ ഇതുവരെ ഇനി ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.